ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യപുരോഗതിക്ക് യുവാക്കൾ നേതൃത്വം നൽകണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. യുക്രൈൻ സംഘർഷം ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് യുക്രൈൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ. അർത്ഥവത്തായ കൂടിക്കാഴ്ചയ്ക്ക് നന്ദി അറിയിച്ച് യുക്രൈൻ വിദേശകാര്യമന്ത്രി. കേരളത്തിനെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിൽ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാന പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 3 ഇസ്രയേലി ബന്ദികളെ കൂടി മോചിപ്പിച്ച് ഹമാസ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഝാർഖണ്ഡിലെ മേസയിൽ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ 70ാം വാർഷികാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിന് യുവാക്കളുടെ പ്രതിബദ്ധതയും ഉത്സാഹവും നിർണായക പങ്കുവഹിക്കുന്നതായും രാഷ്ട്രപതി പറഞ്ഞു. By AI and other technologies is also reflected in our languages. A break or interruption in the normal course is now something to be welcomed. The great opportunities being created should be available to all. The great transformations being brought about should benefit all. I am referring to the youth whose enthusiasm and commitment will be the key ingredient in the making of Viksit Bharat. രാജ്യപുരോഗതിക്ക് യുവാക്കൾ നേതൃത്വം നൽകണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. ജമ്മുവിലെ കത്രയിൽ മാതാ വൈഷ്ണോദേവി സർവകലാശാലയുടെ 10ാം ബിരുദദാന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു ഉപരാഷ്ട്രപതി. ജമ്മുകാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയിൽ അഭിമാനകരമായ മുന്നേറ്റം ഉണ്ടായതായും ശ്രീ ധൻഖർ അഭിപ്രായപ്പെട്ടു. മാതാ വൈഷ്ണോദേവി ക്ഷേത്രത്തിലും ഉപരാഷ്ട്രപതി സന്ദർശനം നടത്തി. പുതിയ ആദായ നികുതി ബിൽ പരിശോധനയുമായി ബന്ധപ്പെട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർള MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിൽ 31 അംഗ സെലക്ട് കമ്മിറ്റിക്ക് രൂപം നൽകി. അടുത്ത സമ്മേളനത്തിന്റെ ആദ്യ ദിവസം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ആദി മഹോത്സവ് 2025 രാഷ്ട്രപതി ദ്രൗപദി മുർമു നാളെ ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. ഗോത്രവർഗ വിഭാഗങ്ങൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, ഗോത്ര സമൂഹങ്ങളുടെ കരകൗശലം, സംസ്കാരം, ഭക്ഷണം തുടങ്ങിയവ പ്രചരിപ്പിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഭാരത് ടെക്സ് 2025 പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും. അസംസ്കൃത വസ്തുക്കൾ മുതൽ നിർമ്മിത ഉൽപ്പന്നങ്ങൾ വരെയുള്ള മുഴുവൻ തുണിത്തരങ്ങളുടെയും മൂല്യ ശൃംഖലയെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന പരിപാടിയാണ് ഭാരത് ടെക്സ് 2025. ഇന്നലെ ആരംഭിച്ച പരിപാടി മറ്റന്നാൾ സമാപിക്കും. ജർമ്മനിയിൽ നടന്ന മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിനിടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യുക്രൈൻ വിദേശകാര്യമന്ത്രി ആൻഡ്രി സിബിഹയുമായി കൂടിക്കാഴ്ച നടത്തി. യുക്രൈൻ സംഘർഷം, ഉഭയകക്ഷി സഹകരണം തുടങ്ങിയവ ചർച്ച ചെയ്തു. ജർമ്മൻ പ്രതിരോധ മന്ത്രിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. അർത്ഥവത്തായ കൂടിക്കാഴ്ചയ്ക്ക് ശ്രീ ജയശങ്കറിനോട് യുക്രൈൻ വിദേശകാര്യമന്ത്രി നന്ദി അറിയിച്ചു. യുക്രൈനിൽ നീതിയുക്തവും ശാശ്വതവുമായ സമാധാനം കൈവരിക്കാൻ ഇന്ത്യൻ ഇടപെടൽ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. കാശി തമിഴ് സംഗമത്തിന്റെ 3ാം പതിപ്പിന് ഉത്തർപ്രദേശിലെ വാരാണസിയിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, കേന്ദ്ര സഹമന്ത്രി എൽ മുരുകൻ തുടങ്ങിയവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തമിഴ്നാടും കാശിയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് 10 ദിവസത്തെ സംഗമം സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News _ TVM X ഹാൻഡിലും ലഭ്യമാണ്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 3 ഇസ്രയേലി ബന്ദികളെ കൂടി മോചിപ്പിച്ച ഹമാസ്. 3 പുരുഷന്മാരാണ്. ബന്ദി കൈമാറ്റത്തിന്റെ 6ാം ഘട്ടത്തിലാണ് ഇവരെ വിട്ടയച്ചത്. അതേസമയം ഇസ്രയേൽ പകരമായി 369 പലസ്തീനിയൻ ബന്ദികളെ മോചിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഹമാസ് അറിയിച്ചു. കേരളത്തിനെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിൽ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാന പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മലയോര ഹൈവേയുടെ കോഴിക്കോട് ജില്ലയിലെ ആദ്യ റീച്ച് കോടഞ്ചേരി കക്കാടം പൊയിൽ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനം നിക്ഷേപത്തിൽ മുൻനിരയിലെത്തിയത് റോഡ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചതോടെയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റോഡ് വികസനത്തിലൂടെ നാടിൻ്റെ മൊത്തം വികസനമാണ് വരുന്നത്. ഇത്
കൂടുതൽ നിക്ഷേപത്തിനും അവസരങ്ങൾ ഉണ്ടാക്കുക. കാരണം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നു. ആ സഞ്ചരിക്കാൻ പറ്റുന്ന സാഹചര്യം മൊത്തത്തിൽ ഒരുങ്ങിയിരിക്കുന്നു. കേരളത്തിലെ 4 എയർപോർട്ടുകൾ, അവിടെ ഇറങ്ങിയാൽ എവിടെയാണോ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നത് അവിടത്തേക്ക് അതിവേഗം എത്താൻ കഴിയുന്ന റോഡ് സൗകര്യം വന്നിരിക്കുന്നു. കോട്ടയം സർക്കാർ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിൽ നടന്ന റാഗിങ്ങിൽ പ്രതികളായ 5 വിദ്യാർത്ഥികളുടെ പഠനം വിലക്കുമെന്ന് നഴ്സിംഗ് കൗൺസിൽ. കോട്ടയം സ്വദേശികളായ സാമുവൽ ജോൺസൺ, വിവേക്, മലപ്പുറം സ്വദേശികളായ രാഹുൽ രാജ്, റിജിൽ ജിത്ത്, വയനാട് സ്വദേശി ജീവ എന്നിവരുടെ പഠനത്തിനാണ് വിലക്കേർപ്പെടുത്താൻ തീരുമാനമായത്. കൗൺസിലിന്റെ തീരുമാനം കോളേജിനെ അറിയിക്കും. പ്രതികളായവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട് ജില്ലയിൽ ചൂട് ക്രമാതീതമായി കൂടുന്ന സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. ബോസ്റ്റണിൽ നടന്ന ഡേവിഡ് ഹെമറി ഇൻവിറ്റേഷൻ മീറ്റിൽ പുരുഷന്മാരുടെ 3000 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ഗുൽവീർ സിംഗിന് വെള്ളി. 7 മിനിറ്റ് 38-26 സെക്കൻഡിലാണ് ഗുൽവീറിന്റെ മെഡൽ നേട്ടം. ഇതോടെ 2008 ഇന്ത്യയുടെ സുരേന്ദ്ര സിംഗ് നേടിയ ദേശീയ റെക്കോർഡും ഗുൽവീർ മറികടന്നു. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസ് പോരാട്ടം. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. ISL മത്സരത്തിനോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം രാത്രി 11 മണി വരെ ദീർഘിപ്പിച്ചു. കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും സർവീസ് ഉണ്ടായിരിക്കും. മറ്റൊരു മത്സരത്തിൽ പഞ്ചാബിനെ 1-2 ഗോളുകൾക്ക് ചെന്നൈയിൻ FC പരാജയപ്പെടുത്തി. വഡോദരയിൽ നടക്കുന്ന വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. 4ാമത് സൗത്ത് ഏഷ്യൻ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് മെയ് 3 റാഞ്ചിയിൽ തുടക്കമാകും. മെയ് 5 സമാപിക്കും. 2008 3ാം പതിപ്പിന് ശേഷം 17 വർഷങ്ങൾക്കിപ്പുറമാണ് ചാമ്പ്യൻഷിപ്പിന് കളമൊരുങ്ങുന്നത്. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതായി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ലോക 1-ാം നമ്പർ ടെന്നീസ് താരം ഇറ്റലിയുടെ ജെന്നിക് സിന്നറെ ലോക ഉത്തേജക വിരുദ്ധ ഏജൻസി 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. ഫെബ്രുവരി 9 മുതൽ മെയ് 4 വരെയാണ് സസ്പെൻഷൻ. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയുടെ നിർമ്മാണത്തിലും നവീകരണത്തിലും ക്രമക്കേടുകൾ നടന്നുവെന്ന ആരോപണത്തിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. മുതിർന്ന BJP നേതാവും ഡൽഹി MLAയുമായ വിജേന്ദർ ഗുപ്തയുടെ പരാതിയിന്മേൽ അന്വേഷണം നടത്താനാണ് നിർദ്ദേശം. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടായ വാഹനാപകടത്തിൽ 10 പേർ മരിച്ചു, 19 പേർക്ക് പരിക്കേറ്റു. ഛത്തീസ്ഗഡിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് വന്ന വാഹനവും പ്രയാഗ്രാജിൽ നിന്ന് വാരാണസിയിലേക്ക് പോവുകയായിരുന്ന ബസും കൂട്ടിയിടിക്കുകയായിരുന്നു. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അമേരിക്കയിൽ ട്രാൻസ്ജെൻഡറുകളെ ഇനി മുതൽ സൈന്യത്തിൽ ചേരാൻ അനുവദിക്കില്ലെന്നും ലിംഗമാറ്റ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുമെന്നും US ആർമി. ജനുവരി 27 പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിനെ തുടർന്നാണ് തീരുമാനം. നിലവിൽ സേവനം നടത്തുന്ന ട്രാൻസ്ജെൻഡർ അംഗങ്ങൾക്കായി 30 ദിവസത്തിനുള്ളിൽ ഒരു നയം നിർണ്ണയിക്കാൻ പെന്റഗണിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാജ്യത്തെ സേവിക്കാനുള്ള ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സന്നദ്ധതയെ മാനിക്കുന്നതായും US ആർമി സമൂഹമാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. യൂറോപ്പിനായി സായുധ സേന രൂപീകരിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. റഷ്യയ്ക്കെതിരായ തന്റെ രാജ്യത്തിന്റെ പോരാട്ടമാണ് അതിനുള്ള അടിത്തറയെന്ന് അദ്ദേഹം പറഞ്ഞു. സുപ്രധാന സുരക്ഷാ വിഷയങ്ങളിൽ US പിന്തുണ പിൻവലിക്കാനുള്ള സാധ്യത അവഗണിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കിയാണ് സെലൻസ്കിയുടെ പരാമർശം. ശ്രീലങ്കൻ വ്യവസായ മന്ത്രി സുനിൽ ഹിന്ദുനെത്തയുമായി കേന്ദ്ര കൽക്കരി ഖനി സഹമന്ത്രി സതീഷ് ചന്ദ്ര ദുബെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ധാതു പര്യവേക്ഷണം, ഖനന മേഖലയിലെ സഹകരണം എന്നിവ സംബന്ധിച്ച് ഇരുവരും ചർച്ച ചെയ്തു. ലിഥിയം, ഗ്രാഫൈറ്റ്, നിക്കൽ, കോപ്പർ തുടങ്ങിയ അവശ്യ അസംസ്കൃത വസ്തുക്കളുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുകയാണ് ഇന്ത്യയുടെ ക്രിട്ടിക്കൽ മിനറൽ മിഷന്റെ ലക്ഷ്യമെന്ന് ശ്രീ സതീഷ് ചന്ദ്ര ദുബെ പറഞ്ഞു. പ്രയാഗ്രാജിൽ നടന്നുവരുന്ന മഹാകുംഭമേളയ്ക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം കണക്കിലെടുത്ത് അടുത്ത 3 ദിവസത്തേക്ക് 2250 അധിക ബസ് സർവീസുകൾ നടത്തുമെന്ന് ഉത്തർപ്രദേശ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിർമ്മിത ബുദ്ധി പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നടപടികൾ ആരംഭിച്ചതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. രാജ്യപുരോഗതിക്ക് യുവാക്കൾ നേതൃത്വം നൽകണമെന്ന് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ. യുക്രൈൻ സംഘർഷം ലഘൂകരിക്കുന്നത് സംബന്ധിച്ച് യുക്രൈൻ വിദേശകാര്യമന്ത്രിയുമായി ചർച്ച നടത്തി കേന്ദ്രമന്ത്രി S ജയശങ്കർ. അർത്ഥവത്തായ കൂടിക്കാഴ്ചയ്ക്ക് നന്ദി അറിയിച്ച യുക്രൈൻ വിദേശകാര്യമന്ത്രി. കേരളത്തിനെ നിക്ഷേപ സൗഹൃദമാക്കുന്നതിൽ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാന പങ്കുവഹിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി 3 ഇസ്രായേലി ബന്ദികളെ കൂടി മോചിപ്പിച്ച ഹമാസ്. ISL ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാൻ പോരാട്ടം. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.